ഇസ്രായേലിന്റെ UN അംഗത്വം റദ്ദ് ചെയ്യണമെന്ന് ഇസ്ലാമിക് ഉച്ചകോടി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ ഉച്ചകോടി ചേർന്നത്. 57 രാജ്യങ്ങളാണ് അതിൽ പങ്കെടുത്തത്. ജിദ്ദയിൽ ചേർന്ന ഉച്ചകോടിയോടനുബന്ധിച്ച് ഏകോപനത്തോടു കൂടി ചില നിലപാടുകളും ചില പ്രഖ്യാപനങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു. മന്ത്രിമാർ കൂട്ടത്തോടു കൂടി പങ്കെടുത്ത ഒരു ഉച്ചകോടി എന്നൊരു പ്രത്യേകത ഇതിനുണ്ട്. ഗാസയെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള ഇസ്രായേലിന്റെ നടപടിയെ ശക്തമായ രീതിയിൽ അപലപിക്കുകയും നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്നും അല്ലെ കൊണ്ടുപോകണമെന്നും പ്രമേയത്തിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇറാൻ ആവശ്യപ്പെട്ടു. അതികഠിനമായിരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അത്രയും കഠിനമായിരിക്കുന്ന പ്രവൃത്തികളാണ് ഗസക്കകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. UN നിയമവ്യവസ്ഥയെയും രാജ്യാന്തര യുദ്ധ നീതിയെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന നരനായാട്ടിനെ ന്യായീകരിക്കാൻ സാധിക്കുകയില്ല. അപലപിച്ചേ മതിയാവൂ. ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൊണ്ട് ആ പ്രവൃത്തി ചെയ്യണം എന്നും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അഭിപ്രായപ്പെട്ടു. അതോടനുബന്ധിച്ച് അമേരിക്കയുടെ പ്രസിഡന്റിൻ്റെതായിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നു. ഇസ്രായേലിൽ 2 ആഴ്ചക്കകം യുദ്ധം അവസാനിപ്പിക്കും. ട്രംപ് പറഞ്ഞതായിരിക്കുന്ന വിവരമാണ്. ഒരു മീഡിയയുമായിട്ടുള്ള സംബോധനത്തിനോടനുബന്ധിച്ചാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. എന്താണ് ഗസയുടെ പ്ലാൻ, അല്ലെങ്കിൽ എന്താണ് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്, ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് അത് ഉടനെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഇസ്രായേലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് 2 ആഴ്ച സമയം തരുന്നു. നിർണായകമായിരിക്കുന്ന ഒരു അന്ത്യം തീർച്ചയായിട്ടും ഉണ്ടാകും. എന്നാൽ വംശഹത്യ അപലപിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പത്രത്തിന്റെ ചോദ്യത്തിന് അദ്ദേഹം മൗനം പാലിച്ചു. അതിന് അപലപിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സംസാരവും ട്രംപിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എന്താണ് ഇപ്പോഴത്തെ വിഷയം, കാതലായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു. ഹമാസിനെ നീക്കം ചെയ്യുക എന്നത് മാത്രമാണ് ഇപ്പോഴത്തെ പദ്ധതി. ലക്ഷ്യം അതാണ്. അങ്ങനെയെങ്കിൽ യുദ്ധം നാളെ തന്നെ അവസാനിക്കും. ഹമാസ് ഇല്ലാത്ത ഒരു ഗസയെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ വിജയിച്ചു കഴിഞ്ഞാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ യുദ്ധം. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വന്നത്, അത് സാധ്യമാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അപ്പൊ അതിന് അദ്ദേഹത്തിന്റെ മറുപടി എങ്ങനെയാണ്, നമ്മൾ ശ്രമിക്കുകയാണ്. നമ്മൾ എന്നാണ് അവിടെ പ്രയോഗം നടത്തിയത്. നമ്മൾ പറയുന്ന സമയത്ത് ഇസ്രായേൽ അമേരിക്ക ആണല്ലോ. ശ്രമിക്കുകയാണ്. 1.25 വർഷത്തോളം ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട അതേ പ്രവൃത്തി തന്നെ വീണ്ടും ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്നതാണ് അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് നോക്കാം, നമുക്ക് പ്രശ്നപരിഹാരമാണല്ലോ ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. ഇപ്പൊ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇട്ടെറിഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതിയും അതേപോലെ തന്നെ ആധിപത്യം ഉണ്ടാക്കി വിജയിപ്പിച്ചെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. മധ്യ ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളും മേഖലയൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അവിടെയുള്ള പലസ്തീനികൾ മറ്റ് ദേശത്തിലേക്ക് അഭയാർത്ഥികളെ പോലെ പോകുന്നതിന്റെ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കീഴ്പ്പെടുത്തി അവിടെ ആധിപത്യം ഉണ്ടാക്കിയത് കൊണ്ടും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു രൂപവും, അതായത് ഭാവിയെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന ഒരു വിവരം പറയാൻ ഇപ്പോഴും ഇസ്രായേലിന് സാധിക്കുന്നില്ല. ഗസ അങ്ങോട്ട് കീഴടക്കിയാലും അവിടെ ഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു വിവരണങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കാത്തത് വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ അകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വീണ്ടും ശക്തി സംഭരിച്ചു വരികയാണ്. ആളുകളുടെയും പ്രതിഷേധക്കാരുടെയും എണ്ണം നാൾക്ക് നാൾ കൂടി വരുന്നു എന്നുള്ളതും കൃത്യമായ രീതിയിൽ ഒരു ഭരണക്രിയകൾ നിർവഹിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിക്കാത്ത സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു. മുൻപൊക്കെ 1000-ഓളം അല്ലെങ്കിൽ 1000-ൽ താഴെ സമരക്കാരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ലക്ഷങ്ങളാണ് ഉണ്ടാകുന്നത്. പല രീതിയിലുള്ള സംഘടനകളും പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പ് കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചില ഈ മീഡിയകളൊക്കെ പറയുന്ന കാര്യം എങ്ങനെയാണ്, മുൻപ് ഈജിപ്തിന്റെ അകത്ത് ഹുസ്നി മുബാറക്കിന്റെ ഭരണത്തിന് ശേഷം ആ രാജ്യത്തിലെ ഭരണത്തിൽ പുതിയ ഒരു ഭരണാധികാരി, അത് ജനാധിപത്യ പ്രക്രിയ പ്രകാരം ഭരണത്തിലേറുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് തത്തുല്യമായ രീതിയിൽ ഇസ്രായേലിന്റെ അകത്തും അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. അത് പ്രതിഷേധമാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷം സംയുക്തമായ രീതിയിലും ഭരണപക്ഷത്തിലുള്ള ആളുകളും അവിടുത്തെ ജനങ്ങളും സംയുക്തമായി ചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ പരമ്പര തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിത്യേന നടന്നു വരുന്നു.
ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. ഇപ്പോൾ അവർ നേരിടുന്ന വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആഭ്യന്തരപരമായ രീതിയിൽ ജനങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ പ്രശ്നമാണ്. ബാഹ്യമായ രീതിയിലാണെങ്കിൽ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളിൽ ഒന്നുപോലുമായിട്ട് ഇസ്രായേൽ ഇപ്പം നല്ല ബന്ധത്തിലല്ല. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങൾക്ക് ഏറ്റവും വലിയ സഹായം നൽകിയ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയുമാണ്. അമേരിക്ക മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ തങ്ങൾക്കെതിരായി നിൽക്കുന്നു എന്ന് മാത്രമല്ല അവർ പറയുന്നത്, ഒറ്റപ്പെട്ട രീതിയിലൊക്കെ തങ്ങൾക്ക് എതിരെ നിലപാടെടുക്കുന്ന കാര്യത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ അവർ പുതിയ മേഖല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലാണ്. അതിന് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ഫലസ്തീന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചാൽ ഫലസ്തീൻ രാഷ്ട്രമായിട്ട് അംഗീകരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അമേരിക്കയുടെ പ്രസിഡന്റിനോട് ചോദിച്ച സമയത്ത് ഞാൻ അത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒഴിഞ്ഞു പറയുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ കളം മാറ്റി ചവിട്ടുന്ന രീതിയാണ്. ഇത് ഇസ്രായേലിന് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. രാജ്യത്തിന്റെ അകത്തും അയൽ രാജ്യങ്ങൾക്കിടയിലും അന്താരാഷ്ട്ര തലത്തിലും ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ടവർ തന്നെ നമ്മൾക്ക് യുദ്ധം അവസാനിച്ചാൽ തന്നെ ഇസ്രായേലിനെ രാഷ്ട്രമാക്കി ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് പതിറ്റാണ്ടുകൾ വേണ്ടിവരും. ആ തരത്തിലുള്ള തകർച്ച ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. ഇറാൻ യുദ്ധം മണ്ടത്തരമായി പോയി എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ വിലയിരുത്തൽ. കാര്യം എന്ന് പറയാൻ, അനാവശ്യമായിരിക്കുന്ന ഒരു യുദ്ധത്തിൽ ഇടപെട്ടത് കൊണ്ട് നമുക്ക് നാശങ്ങളും നഷ്ടങ്ങളും അഭിമാനക്ഷതവും ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റപ്പെടലും അതിനപ്പുറം തങ്ങൾക്ക് ഇത്ര മാത്രമേ സൈനിക ബലവും ശക്തിയോ ഉള്ളൂ എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തൊരു യുദ്ധമാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം. അവരാണ് വിജയിച്ചത്. അവർക്ക് ആധിപത്യം ഉണ്ടാക്കിയത്. തങ്ങൾക്ക് നേരെ ഏത് തരത്തിലും യുദ്ധം ചെയ്താൽ അല്ലെങ്കിൽ നിരന്തരമായിരിക്കുന്ന യുദ്ധം ഇസ്രായേലിനെതിരെ ചെയ്താൽ വിജയിക്കാവുന്നതേ ഉള്ളൂ എന്ന് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും അത് അതിൻ്റെ തുടർച്ച ഇനി വരാൻ പോകുന്നുണ്ട് എന്ന് ഇറാൻ പറയുകയും ചെയ്തതോടുകൂടി മറ്റൊരു പ്രതിസന്ധി കൂടി ഇസ്രായേൽ രൂപപ്പെട്ടു. ഇസ്രായേലിൻ്റെ അകത്ത് ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകൾ രാജ്യം വിട്ടു പോകുന്ന സ്ഥിതികൾ ഇപ്പോഴും തുടരുന്നു. തുറക്കപ്പെടുന്ന എയർപോർട്ടിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇരട്ട പൗരത്വമുള്ള ഇസ്രായേലികൾ മറ്റു രാജ്യത്തേക്ക് അഭയം തേടുന്ന ഒരു സ്ഥിതിവിശേഷം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലും തങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നിലവിലെ സാഹചര്യം രണ്ട് തരത്തിലേക്ക് ഈ വിഷയങ്ങൾ പോകുന്നുണ്ട്. അതിലൊന്ന് ട്രംപിന്റെ പ്രഖ്യാപനമാണ് 2 ആഴ്ചയോടുകൂടി യുദ്ധം അവസാനിക്കും എന്നുള്ളത്. മറ്റൊന്ന് അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു കൊണ്ട് അവർ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനം UN അംഗത്വം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. UN സഭയിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച വരുന്ന സമയത്ത് യുഎന്നിലുള്ള ഇസ്രായേലിന്റെ അംഗത്വം റദ്ദാക്കാൻ വേണ്ടിയിട്ട് പ്രമേയം കൊണ്ടുവരും. സംഭവം പ്രമേയത്തിന് വേണ്ടിയിട്ട് ആരൊക്കെ വോട്ട് ചെയ്യും എന്നുള്ളത് ലോകം ഇപ്പം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക അത് വീറ്റോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും 100-ലധികം രാജ്യങ്ങൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെ പ്രമേയത്തിന് അനുകൂലമായിരിക്കുന്ന വോട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ആ രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ അകൽച്ച ഉണ്ട് എന്നുള്ളത് തെളിയിക്കാനുള്ള ഒരു സാഹചര്യമായിട്ട് ഇതിനെ വിലയിരുത്തുകയാണ്. അപ്പോൾ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നവർ എപ്പോഴും രാജ്യത്തിനെതിരാണല്ലോ. അപ്പോൾ ഒരു പ്രമേയം ഒരു പക്ഷേ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അത് അറബ് രാജ്യങ്ങളിൽപ്പെട്ട ഒരാളാണ് അവതരിപ്പിക്കുക എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് വോട്ടിങ്ങിന് വരും. വോട്ടിങ്ങിന് വരുന്ന സമയത്ത് നല്ലൊരു പക്ഷം ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ വോട്ടെടുപ്പ് ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള അമേരിക്കയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്ര പ്രമേയം അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനിപ്പോൾ ഇസ്രായേൽ സംബന്ധിച്ചിടത്തോളം അവർ നിരീക്ഷിക്കുന്നത് ഏത് രാജ്യമായിരിക്കും ഈ പ്രമേയം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അറബ് രാജ്യങ്ങളാണെങ്കിൽ അതിലൊക്കെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അത്തരം പ്രമേയം അവതരിപ്പിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ ശ്രമിക്കുന്നു എന്നുകൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണ്.